അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കയ്പ്പക്ക വെച്ചിട്ടാട്ടോ. കയ്പ്പാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കയ്പ്പില്ലാത്ത രീതിയിലാട്ടോ. അപ്പം നമുക്ക് കയ്പ്പക്ക ഇങ്ങനെ എടുത്തിട്ട് ഇതാണ്ട് ഒന്നെങ്കിൽ വലിയ കയ്പ്പക്കയാണെങ്കിൽ ഒരു 3 ഇതായിട്ട് റൗണ്ടാക്കിയിട്ട് മുറിച്ചെടുക്കുക നീളത്തിൽ. എന്നിട്ട് അതിൻ്റെ ഉള്ളത്തെ കുരുവൊക്കെ കളഞ്ഞെടുക്കുക കേട്ടോ. ഇതിൽ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക കേട്ടോ. ഇതാ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേ നീളത്തിൽ. അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയ കയ്പ്പയ്ക്ക എടുത്തിട്ട് നമുക്ക് ഈ നീളത്തിൽ നേർങ്ങനെയായിട്ട് അരിഞ്ഞു കൊടുക്കാം. വലിയ കട്ടി വേണ്ട കേട്ടോ. പിന്നെ എൻ്റെ അക്കഡൂസിൻ്റെ പിറന്നാളൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ യൂട്യൂബിൽ നിന്ന് വീഡിയോസൊക്കെ കണ്ടിട്ട് നൗഷാദ് ആലത്തൂർ നിന്ന് പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു, ആശംസയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി. അതുപോലെ തന്നെ അക്കഡൂസിൻ്റെ സ്കൂളത്തെ പ്രോഗ്രാമും കഴിഞ്ഞു. കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കാം. ഒരു 5-6 കൂടി ഒരു 10 മിനിറ്റ് വെച്ചോ. 10 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉപ്പും പെരക്കിയിട്ട് വെക്കുക. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് പെരക്കി വെച്ചോണ്ട് ആ കയ്പ്പ് നീരൊക്കെ അങ്ങ് ഇറങ്ങി പോകും കേട്ടോ. പിന്നെ നമുക്ക് ഈ കയ്പ്പക്കയിൽ ഉപ്പ് ചേർക്കുകയും വേണ്ട കേട്ടോ. പാകത്തിനുള്ള ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, പിഴിയുമ്പോൾ ഇങ്ങനെ ഇതുപോലെ വെള്ളം, കയ്പ്പക്കേൻ്റെ നീരാണ് പോകുന്നത്. കയ്പ്പ് നീര് പോകും കേട്ടോ. ചിലവർക്ക് ഈ കയ്പ്പ് ഇഷ്ടമല്ലായിരിക്കും. എനിക്കൊക്കെ കയ്പ്പ് ഇഷ്ടം കേട്ടോ. പിള്ളേർക്ക് കയ്പ്പ് ഇഷ്ടമല്ല. എന്നാലും ഒരു നേരിയ കയ്പ്പ്, എന്നാൽ വലിയ കയ്പ്പ് ഉണ്ടാവില്ല. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. അതിന് ശേഷം ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മുടെ പത്തിരിപ്പൊടിയാണ്. പിന്നെ ഇത് നമ്മളെ കടലമാവ് 1 സ്പൂണ്, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, കോൺഫ്ലവറും കേട്ടോ. അപ്പം നമുക്ക് 1 സ്പൂണ് പത്തിരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉപ്പുള്ളതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ട് അത് പിഴിഞ്ഞ് കളഞ്ഞല്ലോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. പത്തിരിപ്പൊടി ഇട്ട ശേഷം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണോ? ഈ ചുമ പിടിച്ചിട്ടേ പോന്നേയില്ല കേട്ടോ. ചുമ പോകുന്നില്ല, എന്താണെന്നറിയില്ല. എത്ര മരുന്ന് കുടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ഇത് കടലമാവാട്ടോ. അതും ഇട്ട് കൊടുക്കുക. 1 സ്പൂണാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കുക. കാലാവസ്ഥ ഇന്ന് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയും ഉണ്ട്, മഞ്ഞും ഉണ്ട്. ഒന്നും പറയണ്ട. ഈ മഴക്കാലമൊക്കെ എപ്പോഴാണോ കഴിയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ കുഴച്ച് കൊടുത്തു. പിന്നെ മുളക് പൊടി ഞാൻ അധികം എരിവില്ലാത്ത മുളകാട്ടോ എടുത്തിരിക്കുന്നത്. മുളക് നിങ്ങളെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് ഇട്ടോ കേട്ടോ. കയ്പ്പൊക്കെയെല്ലാം നല്ലതാണ്. കയ്പ്പ് നീര് കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതൊന്നും അല്ല. ആ ഒരു കയ്പ്പ് പോവാൻ വേണ്ടിയിട്ട് ഇത് ചിക്കൻ മസാലയാട്ടോ. അതും ഇട്ടിട്ട് കുഴച്ച് കൊടുക്കുക. പിന്നെ നല്ല സാധനമാണ് ഇത്. ഒരു വെറൈറ്റിയാണ്. ഞാനിത് അങ്ങനെ എവിടെയും ഇപ്പം ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കയ്പൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ കോൺഫ്ലവർ ആട്ടോ. അപ്പം കോൺഫ്ലവറും കൂടി ഇട്ട് നമുക്ക് എന്താക്കാം, ഇത് വലിയ ജീരകമാണ്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. എൻ്റെ കിളികളൊക്കെ വന്നിട്ട് ഒച്ചയുണ്ടാകുന്നുണ്ട്. വൈകുന്നേരമായി കേട്ടോ. അവരെല്ലാം കൂട്ടിലേക്ക് കയറാനുള്ള ടൈമായി. അപ്പം നമുക്ക് ബാക്കി കുറച്ചും കൂടി മുളക് പൊടീൻ്റെ കുറവുണ്ട്. അപ്പോൾ ആ നേരത്തെ ബാക്കി വെച്ച മുളക് പൊടി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിടുന്നത്, 1 സ്പൂണ് എന്ന് പറഞ്ഞത്. അപ്പം എല്ലാം കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മിക്സിങ്ങിലാണ് കാര്യം. എല്ലാ പൊടിക്കൂട്ടും ഈ കയ്പ്പക്കയിൽ പിടിക്കണം. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഉപ്പിൽ പെരക്കി വെച്ച ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ പാം ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, ഒരു 3 സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് എന്താക്കാം, കയ്പ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഞാൻ എടുത്ത് പറയാം കേട്ടോ. നന്നായി നമുക്ക് പൊരിച്ച് കോരാട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കയ്പ്പക്ക നന്നായി പൊരിയണേ. ഈ പാകത്തിന് നല്ല രീതിയിൽ കയ്പ്പക്ക പൊരിച്ചെടുക്കണം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് എന്താക്കാം, പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ എനിക്ക് ഉപ്പേരിയൊക്കെ കയ്പ്പൊക്കെ അങ്ങനെ വെച്ച് കഴിക്കുന്ന ഇഷ്ടമാണ്. എന്നാൽ പിള്ളേർ അങ്ങനെ കയ്പ്പൊക്കെ എന്താണെന്ന് പറയും, ഈ കയ്പ്പുള്ളതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പം എൻ്റെ റയാൻ വരെ കഴിച്ചു കേട്ടോ. റയാനും കഴിച്ചു. റിഹാന് സ്വതവേ ഇങ്ങനത്തെയൊക്കെ കഴിക്കാൻ മടി, അവനും നന്നായിട്ട് കഴിച്ചു. അപ്പോൾ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ എണ്ണയിൽ തന്നെ എന്താക്കാം, കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ.
വറ്റൽ മുളക് എടുത്ത് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്താക്കാം, ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മുളക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ സംഭവം റെഡി ആയിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ്ടേ അടിപൊളിയാട്ടോ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവർക്കും എന്താ പറയുക, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബായ്.